ഒരു കവി എന്നുള്ള നിലയിൽ ഭാഷ അറിയുന്ന ആൾ കൂടിയാണല്ലോ. മലയാളത്തിൽ നിന്ദാസ്തുതി എന്നൊരു അലങ്കാരം ഉണ്ട് അല്ലേ? അതാണോ ഈ കവിതയിൽ യൂസ് ചെയ്തിരിക്കുന്നത്? ഇല്ല ഇല്ല ഇല്ല, ഒരിക്കലും ഇല്ല. കാര്യം ഈ പറഞ്ഞതായ സീരിയസ് ആയിട്ട് പറഞ്ഞ കാര്യം. സീരിയസ് ആയിട്ടാണ്. അതായത് സീരിയലാണല്ലേ, പറയൂ. സംശയം എന്താ, ഞാൻ പറയട്ടെ, ഇതില് ഏതെങ്കിലും വാക്ക് സ്തുതിയായിട്ടുണ്ടോ? സ്തുതിച്ചിട്ടുണ്ടോ? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പിന്നെ ഇതെല്ലാം ഇവിടെ നടന്നതല്ലേ? ഇവിടെ ലക്ഷ്യമാണ് വെച്ച പ്രധാനം, മാർഗമല്ല. പെട്ടെന്ന് പേരെടുക്കാൻ പറ്റിയ ഒരേ ഒരു ഏർപ്പാടാണിത്. നിന്ദാസ്തുതിയാണോന്ന്? ഏയ്, ഇത് എല്ലാം യാഥാർത്ഥ്യ ബോധത്തിന്റെ ഒരു പച്ചയായ മനുഷ്യന്റെ ചിത്രമാണ് ഞാൻ വരച്ചു കാണിച്ചിരിക്കുന്നത്. ഓഹോ, അപ്പടിയാ, അതെനിക്ക് தெரியாதே. എന്റെ രചന എന്ന് പറയുന്നത് എന്റെ അവകാശമാണ്. എന്റെ അവകാശത്തെ ചോദ്യം ചെയ്യാൻ മറ്റാർക്കും അധികാരമില്ല. അത് എന്റെ സൃഷ്ടിപരമായ എന്റെ ഇഷ്ടമാണ്. അതിനെ വിമർശിക്കാൻ ആര് വിമർശിച്ചാലും അത് ഞാൻ ഉൾക്കൊള്ളൂല. ഈ വിമർശനം വന്നപ്പോൾ സദസ്സൊന്നും മുറിവുറുത്തു. പക്ഷെ ഞാൻ പറഞ്ഞു അത് കവിയുടെ സ്വാതന്ത്ര്യമാണ്, അതിൽ കൈയെടുത്തിരുന്നത്. കാര്യം ഞാൻ വസ്തുനിഷ്ഠമായിട്ട് മാത്രമേ രചിച്ചിട്ടുള്ളൂ, അല്ലാതെ ഒന്നും ചോദിച്ചില്ല. എനിക്കിപ്പോ ഒരു രാഷ്ട്രീയക്കാർ പറയുന്ന പോലെ സംസാരിക്കാൻ പറ്റില്ല. ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാല്, ശരി, എഴുതാൻ തീരുമാനം എടുത്തു, എഴുതി തുടങ്ങിയപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ചിത്രം എന്റെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ്. കണ്ടിട്ട് ആളൊരു മിടുക്കനാണ് തോന്നല്ലേ? സംശയമുണ്ടോ? അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തെ സംരക്ഷിച്ചു നിർത്തുന്ന കേരളത്തിലെ പാവപ്പെട്ട ജനതയ്ക്ക് വേണ്ടി ഈ കാണ്ടാമൃഗത്തിന്റെ ചെവിയിൽ വീണ വായിക്കാൻ പോയ എന്നെ വേണം തന്നെ. കേരളത്തിലെ അതായത് ദരിദ്ര വിഭാഗത്തിന് വേണ്ടി സംരക്ഷകനായി നിൽക്കുന്ന പിണറായി എന്ന ആ വ്യക്തി. പിണറായി വിജയൻ തന്നെ ഒരിക്കൽ വി.എസ്. അച്യുതാനന്ദനെ പരോക്ഷമായി പരാമർശിച്ച് പറഞ്ഞിട്ടുണ്ട്, ഈ പ്രസ്ഥാനം എന്ന മഹാസമുദ്രത്തിന്റെ മാർത്തട്ടിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് തിരയാവുന്നത്, അല്ലെങ്കിൽ ബക്കറ്റിലെ വെള്ളം പോലെ ആകും എന്ന്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞു. അപ്പോ ഈ പിണറായി വിജയനാണ് ഇതിന്റെ ഒക്കെ ഈ പറഞ്ഞ രക്ഷകർത്തൃത്വ മൂർത്തിമത് ഭാവം എന്ന് താങ്കൾക്ക് എങ്ങനെയാണ് തോന്നിയത്? വേറെ വല്ല ചോദ്യം ചോദിക്കുന്നു. അതായത് കേരളത്തിലെ അസറണ്ടരെ സറണ്ടറാക്കി മാറ്റുന്നതിൽ കൈയെടുത്ത്, അതായത് വീണു പോകുന്ന ഒരു കുട്ടിയെ കൈയെടുത്ത് സഹായിക്കുന്ന ഒരു രക്ഷകർത്താവിന്റെ സ്ഥാനത്താണ് ഞാൻ മുഖ്യമന്ത്രിയെ കാണുന്നത്. ഇതൊക്കെ എന്ത്? അതൊരു വ്യക്തിയാണോ, പ്രസ്ഥാനമാണോ, വിശ്വാസമാണോ? അതായത് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് എല്ലാവർക്കും, അവിടെ കോൺഗ്രസ് എന്നോ കമ്മ്യൂണിസ്റ്റ് എന്നോ ജാതിയോ മതമോ ഒന്നുമില്ല. അത് ആ വ്യക്തി, അതായത് മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രി സംരക്ഷകനാണ്. ആ സംരക്ഷകന് വേണ്ടി ഞാൻ കവിത എഴുതി. ആണുങ്ങളായാലേ അല്പസ്വല്പം നാണോ മാനൊക്കെ വേണം. ആരെയും പുകഴ്ത്തുകയോ ഇകഴ്ത്തുകയോ ചെയ്തിട്ടില്ല. മുഖ്യമന്ത്രി ചെയ്യുന്നതായ കാര്യങ്ങൾ അതേപടി ഞാൻ എന്ത് ചെയ്തു, കവിതാ രൂപേണ. അപ്പൊ അവർക്ക് സന്തോഷമായി. പിന്നെ സംശയം തോന്നുന്നു, ഈ കേസോട് കൂടി ഞാനൊരു കേറ്റം കേറുകടാ. സമരധീര സാരഥി എന്ന് പറയുന്നത് ഒരു വെള്ളപ്പാച്ചിലുണ്ടായി, അതിൽ ജനങ്ങളെ ധീരനാണ്. നിന്റെ മണ്ടൻ പ്രമാണമുണ്ടല്ല, എത്ര ആലോചിച്ചിട്ടും അതാ എനിക്ക് പിടികിട്ട. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ കുറിച്ചോ പ്രത്യയശാസ്ത്രത്തെ കുറിച്ചോ സംഘടനയെ കുറിച്ചോ ഒന്നുമല്ല, പിണറായി വിജയൻ എന്ന വ്യക്തിയെ കുറിച്ച് മാത്രമാണ്. അതെ, മുഖ്യമന്ത്രിയെ കുറിച്ചാണ് ഞാൻ എഴുതിയത്. ഈ ഗുരുവിന് തിരുപ്പതിയാടാ, തിരുപ്പതിയായി. അതിന് പിന്നെ എന്താണ് തെറ്റ്? പിണറായി സാഹിബിനെ സ്തുതിച്ചു എന്ന് നിങ്ങളുടെ എല്ലാ മാധ്യമങ്ങളും പറയുന്നു. പിണറായി സാഹിബിനെ സ്തുതിച്ച് എന്താ സ്തുതിച്ച് പറഞ്ഞുകൂടെ? കേരളത്തിലെ മുഖ്യമന്ത്രി നമുക്ക് നമ്മുടെ സംരക്ഷിക്കുമ്പോ ആ സംരക്ഷകന് വേണ്ടി ഒരു കവിത എന്തുകൊണ്ട് എഴുതിക്കൊടുക്കും? ഇനി ഞാൻ ഇവിടുന്ന് കൊലപാതകയാവും. ബാക്കി വിശേഷം വന്നിട്ട് പറയാം, വരട്ടെ.